ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ 4 പാർട്ടുകളായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ എക്സ്പ്ലനേഷൻസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ വീഡിയോസ് ഇടുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സിംബൽസ് ആർ നോട്ട് റിയൽ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതാദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് നോക്കി, കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട്, അവയുടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. വി ഹാവ് ടു കംപ്ലീറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. So first element is P and the atomic number is 9. So we can write the electronic configuration as atomic number 9 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 9 9 2 7. അതായത് K ഷെല്ലിൽ 2 ഇലക്ട്രോണും നെക്സ്റ്റ് L ഷെല്ലിൽ 7 ഇലക്ട്രോൺസും. സിമിലർലി Q നമുക്ക് എങ്ങനെ എഴുതാം? 17 ആണ്. നമ്മൾ എങ്ങനെ എഴുതാം? 2 8 7. Then ആറിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. സോ 2 നെക്സ്റ്റ് ഷെല്ലിൽ 8, അതോടെ ആ ഷെല്ല് ഫില്ലായി. ദെൻ എസ് ആകുമ്പോൾ എന്തായി? 12 ഇലക്ട്രോൺസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് എസ് 2 8 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് എലിമെന്റ് ഇൻ ദ ടേബിൾ ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ വൺ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഏത് എലിമെന്റ് ആണ് ഏറ്റവും സ്റ്റേബിൾ ആയത്? ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് എലിമെന്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് ഒക്ടേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എന്താണ് ഒക്ടേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് ഉള്ള കോൺഫിഗറേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സോ നമ്മൾ നോക്കിക്കേ, പിക്ക് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. ക്യൂ ആണെങ്കിൽ എന്താണ്? എഗെയിൻ 7 ഇലക്ട്രോൺ ആണ്. ദെൻ ആണെങ്കിൽ നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ in the case of S also outermost shell എന്താണ്? 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഏതിനാണ് outermost shell 8 ഇലക്ട്രോൺസ് ഉള്ളത്? R-നാണ്. സോ R is the stable element. Then justify your answer എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതേണ്ടത്? It has octet electronic configuration. അതുകൊണ്ട് തന്നെ എന്താണ്? ആ എലമെന്റ് സ്റ്റേബിൾ ആണ്. ദെൻ വിച്ച് എലമെന്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഇൻ കെമിക്കൽ റിയാക്ഷൻ? ഇലക്ട്രോൺ ആരാണ് ഡൊണേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? അതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആവണം? 8 ഇലക്ട്രോൺസ് ആവണം. നോക്കിക്കേ, പിക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. ഒരെണ്ണം കൂടി കിട്ടിയിട്ട് സ്റ്റേബിൾ ആവാനേ നോക്കുള്ളൂ. ക്യൂ ആണെങ്കിലോ എഗെയിൻ 7 ഇലക്ട്രോൺസ് ആണ്. അതും എന്താണ്? ലോസ് ചെയ്യില്ല, ഒരെണ്ണം നേടാനേ ശ്രമിക്കുള്ളൂ. ദെൻ ലാസ്റ്റ് ആർ എന്താണ്? 8 ഇലക്ട്രോൺസ് ഓൾറെഡി സ്റ്റേബിൾ ആണ്. എസ് നോക്കിക്കേ, എസ്സിന് എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എസ് എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ നോക്കും. സോ വിച്ച് എലമെന്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഇൻ കെമിക്കൽ റിയാക്ഷൻ? ആൻസർ ഈസ് എസ്. ദെൻ സി, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ കമ്പൈനിങ് എലമെന്റ് എസ് വിത്ത് പി. എസും പിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എസിന്റെ വാലൻസി എത്രയാണ്? എസിന്റെ വാലൻസി 2 ആണ്. പിയുടെ വാലൻസി എത്രയാണ്? 1 ആണ്. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് അല്ലെ ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ് വാലൻസി. സോ നമ്മൾ എന്ത് ചെയ്യണം? വാലൻസി പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? sp2. സോ ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് കമ്പൈനിങ് എലമെന്റ്സ് S and P is sp2. So the answer of C part is sp2. Second question, electronegativity values of some elements are given. Analyzing these values, find whether the following compounds are ionic or covalent. ഇപ്പോൾ കോമ്പൗണ്ട്സിന്റെ ക്യാരക്ടർ അയണിക് ആണോ കോവലന്റ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൾഫർ ഡയോക്സൈഡ്, വാട്ടർ, കാൽസ്യം ഫ്ലൂറൈഡും കാർബൺ ഡയോക്സൈഡ്, ഇത്രയും കോമ്പൗണ്ട്സിന്റെ
ക്യാരക്ടർ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം എന്താണ്, ഇഫ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റന്റ് എലിമെന്റ്സ് ഈസ് 1.7 ഓർ ഗ്രേറ്റർ ദാൻ 1.7, ഒന്നെങ്കിൽ 1.7 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ ദ ക്യാരക്ടർ ഓഫ് കോമ്പൗണ്ട് ഈസ് അയണിക്. അതെന്താണ്? അയണിക് ക്യാരക്ടർ ആണ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1.7, 1.7നേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ എന്താണ്? ക്യാരക്ടർ ഈസ് കോവലന്റ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കാം. ആദ്യം നമുക്ക് ഏത് കോമ്പൗണ്ട് ആണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് ആകുമ്പോൾ നമുക്ക് ഏതാണ്? 3.5 മൈനസ് 2.58. നമുക്ക് എത്ര കിട്ടും? 0.92 എന്ന് കിട്ടും. 0.92 എന്താണ്? ലെസ് ദാൻ 1.7 ആണ്. സോ ദ നേച്ചർ ഈസ് എന്താണ്? കോവലന്റ്. സൾഫർ ഡയോക്സൈഡിന്റെ കേസിൽ എന്താണ് ഡിഫറൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 0.92 ആണ്. 0.92 എന്താണ്? ലെസ് ദാൻ 1.7 ആയതുകൊണ്ട് തന്നെ നേച്ചർ കോവലന്റ് ആണ്. ദെൻ വാട്ടറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നമുക്ക് നോക്കാം. 3.5 മൈനസ് 2.2 നമുക്ക് എത്ര കിട്ടി? എഗെയിൻ 1.3 ആണ് കിട്ടിയത്, വിച്ച് ഈസ് ഓൾസോ ലെസ് ദാൻ 1.7. സോ ദ നേച്ചർ ഈസ് കോവലന്റ്. ദെൻ കാൽസ്യം ഫ്ലൂറൈഡിന് നമുക്ക് നോക്കാം. കാൽസ്യം ഫ്ലൂറൈഡ് എന്താണ്? 3.98 മൈനസ് 1. ആൻസർ ഈസ് 2.98, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1.7 അല്ലേ? ഗ്രേറ്റർ ദാൻ 1.7 ആണ്. സോ ദ ക്യാരക്ടർ എന്താണ്? അയണിക് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാൽസ്യം ഫ്ലൂറൈഡിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അയണിക് നേച്ചർ ആണ്, അതായത് ഒരു അയണിക് കോമ്പൗണ്ട് ആണ് കാൽസ്യം ഫ്ലൂറൈഡ്. ദെൻ ലാസ്റ്റ് വൺ കാർബൺ ഡയോക്സൈഡിന് എങ്ങനെയാണ്? 3.5 മൈനസ് 2.5 is equal to 1. ഇത്രയാണ്, ലെസ് ദാൻ 1.7 ആണ്. സോ ദ നേച്ചർ ഈസ് കോവലന്റ്. Next question. Some elements and their valencies are given. Elements barium, chlorine, zinc, oxygen. Write the chemical formula of barium chloride. ബേരിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ബേരിയത്തിന്റെയും ക്ലോറിന്റെയും വാലൻസീസ് ആർ ഗിവൺ. ബേരിയത്തിന്റെ വാലൻസി 2 ആണ്, ക്ലോറിന്റെ വാലൻസി 1 ആണ്. നമുക്കറിയാം കെമിക്കൽ ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വാലൻസീസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു. സോ BA, ക്ലോറിന്റെ വാലൻസി 1 ആണ്, അപ്പോൾ 1 എഴുതേണ്ട കാര്യമില്ല. Cl2. അപ്പോൾ ബേരിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല ഇസ് BaCl2. Then next part, B, write the chemical formula of zinc oxide. Zinc oxide ന്റെ കെമിക്കൽ ഫോർമുല എഴുതണം. Zn(O)ൽ എന്താണ്? സിങ്കിന്റെ വാലൻസി 2 ആണ്. Then again valency of oxygen is 2. So we have to interchange the valencies. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Zn2O2 എന്ന് കിട്ടും. So we can divide both by 2. Zn2/2 O2/2. നമുക്ക് എന്ത് കിട്ടും? Zn1O1 എഴുതേണ്ട കാര്യമില്ല. Zno. So the chemical formula of zinc oxide is Zno. Then next question, C. The chemical formula of calcium oxide is CaO. Then what is the valency of calcium? കാൽസ്യത്തിന് എന്ത് തന്നിട്ടുണ്ട്? കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. എന്താണ്? CaO ആണ്. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിന്റെ വാലൻസി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഓക്സിജന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. അപ്പൊ നോക്കിക്കേ, കാൽസ്യത്തിൽ എന്ത് വരും? ഇവിടെ 2 വരും. അപ്പൊ ഇവിടെ ഓൾറെഡി 2 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിലും 1 കിട്ടുള്ളൂ. സോ ദ വാലൻസി ഓഫ് കാൽസ്യം ഈസ് 2. കാൽസ്യത്തിന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. ക്വസ്റ്റ്യൻ ഈസ് എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് കെമിക്കൽ ബോണ്ട്സ് ഇൻ മീതെയിൻ ആൻഡ് ഈതെയിൻ. ഇപ്പം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡോട്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം കാർബണിന്റെ എന്താണ്? കാർബൺ 6 ഇലക്ട്രോൺസ് ആണ്. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ടാവും? 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഹൈഡ്രജനിൽ ആകെ എത്രയാണ്? 1 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. നമുക്ക് എങ്ങനെ വരയ്ക്കാം? കാർബൺ CH4, ഫസ്റ്റ് മീതെയിൻ്റെ ആണ് നമ്മൾ വരയ്ക്കുന്നത്.
CH4. നമുക്ക് സിയിൽ 4 ഡോട്ട്സ് ഉണ്ടാവും പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റംസ്. നോക്കിക്കേ, അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം? കാർബണിന് ചുറ്റും എന്തുണ്ട്? കാർബണിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 ഇലക്ട്രോൺസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? ഹൈഡ്രജനിലുള്ള ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യും. So the structure is like this. നമുക്കിതിനെ എങ്ങനെ വരയ്ക്കാം? ഇതെല്ലാം സിംഗിൾ ബോൺസ് ആണ്. നോക്കിക്കേ, ഇങ്ങനെ വരയ്ക്കാം. എല്ലാത്തിനെയും നമുക്ക് സിംഗിൾ ബോണ്ടായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് മീഥെയിൻ. നെക്സ്റ്റ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാനുള്ളത് ഈഥെയിൻ ആണ്. ഈഥെയിൻ്റെ നോക്കിക്കേ, കെമിക്കൽ ഫോർമുല C2H6 ആണ്. നമുക്ക് എന്തറിയാം? 2 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? 2 സിയിൽ എത്രയുണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട് പ്ലസ് 6 ഹൈഡ്രജൻ ആറ്റംസ്. അതാണ് എന്തായിട്ട് മാറുന്നത്? ഈഥീനായിട്ട് മാറുന്നത്. സോ 2 കാർബൺ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഉണ്ട്. ഫസ്റ്റ് കാർബൺ ആറ്റം, ദെൻ സെക്കൻഡ് കാർബൺ ആറ്റം. രണ്ട് കാർബൺ ആറ്റം തമ്മിൽ ബോണ്ട് ഉണ്ട്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ ബോണ്ട്സ് ആരായിട്ട് ഫോം ചെയ്യും? ഹൈഡ്രജനായിട്ട് ഫോം ചെയ്യും. ദെൻ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ, ദെൻ ഫൈനലി ഹിയർ. നോക്കിക്കേ, ഇപ്പോൾ എല്ലാ കാർബൺ ആറ്റംസിനും എത്രയുണ്ട്? 8 ഇലക്ട്രോൺസ് ചെയ്തില്ലേ? 2, 4, 6, 8. ദെൻ ദിസ് വൺ ഓൾസോ 2, 4, 6, 8. അപ്പോൾ എല്ലാം എന്താണ്? 8 ഇലക്ട്രോൺസും ഹൈഡ്രജനിൽ 2 ഇലക്ട്രോൺസും നേടി എന്താണ്? സ്റ്റേബിളായി. ഇപ്പോൾ ഈ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 2 കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട്, ദെൻ ബാക്കി ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് സിംഗിൾ ബോണ്ട്. C2H6. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചാപ്റ്ററിലെ എക്സ്പ്ലനേഷനും അതുപോലെ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ മറക്കാതെ കമൻറ്റ്സ് പറയുക. എല്ലാ വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.